ലോട്ടറി ക്ഷേമനിധി ബോർഡ് തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെതിരെ കേസെടുത്ത് പോലീസ് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് സംഗീതിനെതിരെ കേസെടുത്തത്. ജീവനക്കാരുടെ ശമ്പളാപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചതടക്കം എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളുണ്ട്. 5 വർഷം കൊണ്ട് ക്ഷേമനിധി ബോർഡിൽ നിന്ന് 4 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് സംഗീതിനെതിരെ പോലീസ് കേസെടുത്തത് ലോട്ടറി ഡയറക്ടറേറ്റിൽ നടത്തിയ തിരിമറികളിൽ. ഡയറക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ പരാതിയിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും ചുമത്തി. ഡയറക്ടറേറ്റിൽ ജോലി ചെയ്ത കാലത്ത് പല ജീവനക്കാരുടെയും ശമ്പളം, അവധി, പ്രവേശന അപേക്ഷകൾ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സംഗീത് തീർപ്പാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിനായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വ്യാജമായി സൃഷ്ടിച്ചു. ക്യാൻസർ രോഗിയെന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 94 ദിവസം അവധി നേടിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സംഗീതം മറ്റുള്ളവരും നടത്തിയ തട്ടിപ്പിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2014 മുതൽ 2019 വരെയുള്ള 5 വർഷക്കാലം കൊണ്ട് 4 കോടിയോളം രൂപയാണ് സംഗീത് തട്ടിയെടുത്തത്. തട്ടിപ്പ് നടത്താൻ ക്യാഷ് ബുക്കിലും ചെക്ക് രജിസ്റ്ററിലും കൃത്രിമത്വം വരുത്തി. 52 ചെക്കുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ക്യാഷ് ബുക്ക്, ചെക്ക് രജിസ്റ്റർ പരിശോധനകളിൽ അന്നത്തെ സൂപ്പർവൈസറി ഓഫീസറും വെൽഫെയർ ഓഫീസറും വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ. 2014 മുതലാണ് ഈ സംഗീതം എന്ന് പറഞ്ഞ ക്ലർക്ക് ഈ സ്ഥാപനത്തിൽ ജോലിക്കായി എത്തിയത്. ഇപ്പോൾ 2015-ലും 16-ലും 17-ലും 18-ലും 2019-ലുമൊക്കെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലാണ്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇന്ന് കേസെടുത്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കൂടാതെ ലോട്ടറി വകുപ്പ് തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ എത്തുന്നേ ഉള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ നമ്മൾ വലിയൊരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ എമൗണ്ടുകൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു. കൂടുതൽ പണം നഷ്ടമായുവെന്നറിയാൻ ഓഡിറ്റ് നടത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. 2009 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് ശ്രമം. അക്കൗണ്ട്സ് പരിശോധനയ്ക്കുള്ള അവകാശം ബോർഡിന് വേണമെന്നും യോഗം ശുപാർശ ചെയ്തു. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം.